ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫോറക്സ് മാർക്കറ്റിലെ ന്യൂസസിനെ കുറിച്ചാണ്. ഫോറക്സ് മാർക്കറ്റിലെ ന്യൂസും കാര്യങ്ങളും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞുള്ള ഒരു സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ സൈറ്റിലേക്കൊന്ന് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ വരിക. അതിനുശേഷം ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഫോറക്സ് ഫാക്ടറിന്റെ സൈറ്റ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് കുറച്ച് കറൻസി പേഴ്സ്, അതേപോലെ തന്നെ ഇമ്പാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡാറ്റാസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഡൗൺ സൈഡ് വന്നിട്ട് നമുക്ക് മോർ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന ദിവസങ്ങളും അതേപോലെ വീണ്ടും കുറച്ച് കറൻസി പേഴ്സും കുറച്ച് റെഡ് ബോക്സസ് അതേപോലെ ഓറഞ്ച് ബോക്സസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ടൈമും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലേക്ക് വരിക. അവിടെ ഒരു ഗ്രീൻ കളർ ഒരു ഫിൽറ്ററിന്റെ ചിഹ്നം ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ 4 ബോക്സസ് കാണാൻ പറ്റും. ഈ 4 ബോക്സസ് നമ്മളോട് പറയുന്നത് വെച്ചാൽ നമുക്ക് ന്യൂസസിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കാനുള്ള കളേഴ്സ് ആണ് ഈ ഓരോ ബോക്സിന് കൊടുത്തിട്ടുള്ളത്. ഗ്രേ കളർ കൊടുത്തിട്ടുള്ളത് ഹോളിഡേയ്സും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കൊടുത്തിട്ടുള്ള യെല്ലോ കളറാണ് സ്മോൾ ഇമ്പാക്ട് ന്യൂസസും കാര്യങ്ങളും, അതായത് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റോ കാര്യങ്ങളൊന്നും വരാത്ത ന്യൂസസും കാര്യങ്ങളാണ് ഈ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ഒരു മീഡിയം ഇമ്പാക്ട് ന്യൂസ് ആയിരിക്കും. അത്യാവശ്യം ചെറിയൊരു ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും ഈ ന്യൂസിന്റെ ഇവന്റിന്റെ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ റെഡ് ബോക്സ്. ഈ റെഡ് ബോക്സിന്റെ സമയത്ത് ഹൈലി ഇമ്പാക്ട് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളാണ് വരിക. നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, നല്ല രീതിയിൽ ടിപ്സും കാര്യങ്ങളും മൂവ്മെന്റും കാര്യങ്ങളും മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ബോക്സ് ആണ് റെഡ് ബോക്സ്. പിന്നെ നമുക്ക് വരുന്ന സമയത്ത് കുറച്ച് കറൻസി പേഴ്സ് ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ മേജർ കറൻസി പേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അവിടെ ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ കറൻസി പേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതേപോലെ ഇവന്റിന്റെ ടൈപ്പ് നമുക്ക് കുറച്ച് ഇവന്റിന്റെ ടൈപ്പും കാര്യങ്ങളുണ്ട്. അതും ഓൾ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ലൈ ഫിൽറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീക്കിലെ എല്ലാ ന്യൂസസും കാര്യങ്ങളും ഇമ്പാക്റ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പം ബോക്സസും കാര്യങ്ങളും മനസ്സിലായി, ടൈമും മനസ്സിലായി, കറൻസീസും കാര്യങ്ങളും എവിടെ നോക്കണം എന്ന് മനസ്സിലായി കഴിഞ്ഞു. നമുക്കിനി ട്രേഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെ ഇമ്പാക്റ്റ് വരുന്ന ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫയലിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ആ ന്യൂസിൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളും എങ്ങനെ മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും, എന്നാൽ ഏകദേശം ഒരു ഐഡിയാസും കാര്യങ്ങളും നമുക്ക് അവിടെ നോക്കലാണെങ്കിൽ മനസ്സിലാകും. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ന്യൂസ് ഇമ്പാക്റ്റ് ആകുക, അതായത് പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് വരുത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇമ്പാക്റ്റ് ആകുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസസിൻ്റെ ഒരു റിയാലിറ്റി നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈറ്റിൽ ഡാറ്റാസും കാര്യങ്ങളും അവൈലബിൾ ആകുന്നതിന് മുമ്പ് തന്നെ ഇമ്പാക്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. അതായത് ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 10 മണിക്കായിരിക്കും ആ ന്യൂസ് റിലീസ് ആകുന്നുണ്ടാകുക. 10 മണിക്ക് തന്നെ ഇപ്പോൾ ഒരു ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ആണെങ്കിൽ ആ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും ഡാറ്റാസും കാര്യങ്ങളും വരുന്നുണ്ടാകുക. ഡാറ്റാസ് വന്നത് പോസിറ്റീവാണ്, മൂവ്മെൻറ്റ് വരാനുള്ള പോസിറ്റീവാണ്, പക്ഷെ വന്നിട്ടുണ്ടാകുന്ന മൂവ്മെൻറ്റ് ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. മാർക്കറ്റിൽ എപ്പോഴും മാനിപ്പുലേറ്റ് ആകാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ന്യൂസ് ടൈംസ് ആണ്. ഏതാണോ ലെവലിൽ, ഇപ്പോൾ ഏത് ലെവലിലാണ് ലിക്വിഡിറ്റി കൂടുതലുള്ളത് ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് കൂടുതൽ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടാകുക. ന്യൂസസിൻ്റെ ഡാറ്റാസ് വൈസ് മൂവ്മെൻറ്റ് വരാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് ടെക്നിക്കലി നോക്കിയിട്ട് എടുക്കലാണെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ എടുക്കുന്ന റിസ്ക് വളരെ കുറച്ച് എടുക്കാൻ നോക്കുക. സ്ലിപ്പേജ് ഉണ്ടാവും. സ്ലിപ്പേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് സ്പ്രെഡ് വളരെ കൂടുതലായിരിക്കും. സ്റ്റോപ്പ് ലോസ് അടിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ ലോസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഓർഡർ ഫില്ലാതെ ഇപ്പോൾ ഒരു 10 പിപ്പിലാണ് സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ടതെങ്കിൽ 20 പിപ്പിലായിരിക്കും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വരുന്നുണ്ടാകുക. ഒരു എക്സാമ്പിളായിട്ട് പറയലാണെന്നുണ്ടെങ്കിൽ. അതേപോലെ ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്ത നല്ലൊരു പ്രോഫിറ്റും കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ടാർഗറ്റും കാര്യങ്ങളും നോക്കാനാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. എപ്പോഴും ന്യൂസിൻ്റെ സമയത്ത് ഒന്ന് കെയർഫുള്ളായിട്ട് റിസ്ക് കുറച്ചിട്ടും കാര്യങ്ങളും ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ നോക്കുക. ന്യൂസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ മൂവ്മെൻറ്റും കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഒരു വീക്കിൽ ന്യൂസസും കാര്യങ്ങളും ഇല്ലയെന്ന് വിചാരിക്കാം. ആ വീക്കിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഏത് വീക്കിലാണ് ന്യൂസസും കാര്യങ്ങളും നല്ല ഹൈ ഇമ്പാക്റ്റ് കാര്യങ്ങൾ ഉണ്ടാകുക ആ വീക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ന്യൂസ് നമുക്ക് മാർക്കറ്റിൽ വേണം. നമ്മൾ ന്യൂസ് ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ മാറി നിൽക്കണമെന്നല്ല, നമ്മൾ റിസ്ക്കും കാര്യങ്ങളും കുറച്ചിട്ട് ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ നോക്കുക. നമ്മളെ സെറ്റപ്പിനനുസരിച്ചുള്ള ട്രേഡും കാര്യങ്ങളും വരുത്തുകയാണെങ്കിൽ ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.